പരീക്ഷയും അടുക്കാനായി. എന്നിട്ടും ഈ ഇരിപ്പാണോ നിങ്ങൾ? മിക്കവാറും അതെ അല്ലേ. പക്ഷെ 8ാം ക്ലാസ്സിൽ നിന്നും നിങ്ങൾ 9ാം ക്ലാസ്സിലേക്ക് വന്നിട്ട് എഴുതാൻ പോകുന്ന ഫസ്റ്റ് എക്സാം ആണ് നമ്മുടെ ഈ ഓണ പരീക്ഷ എന്ന് പറയുന്നത്. അത് കുറച്ച് ക്രിട്ടിക്കൽ തന്നെയാണ്. എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷം എഴുതിയതുപോലെയല്ല സമയം, അതുപോലെ തന്നെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള മാറ്റം, ക്വസ്റ്റ്യൻ നമ്പറിലുള്ള ചേഞ്ചസ്, വെയിറ്റേജ്, ഇതൊക്കെ കുറേ മാറ്റങ്ങൾ വരുന്നുണ്ട്. അത് കുറച്ചധികം നിങ്ങളെ കുഴപ്പിക്കാൻ ചാൻസ് ഉണ്ട്. ചിലപ്പം പരീക്ഷ എഴുതി തീരാനും സമയമെടുത്തേക്കാം. ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നത് എങ്ങനെയാണെന്നാണ് മിസ് പറഞ്ഞു തരാൻ പോകുന്നത്. വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് എൻ്റെ മക്കൾ കാണണം, അല്ലെങ്കിൽ ആദ്യത്തെ ഓണ പരീക്ഷയ്ക്ക് തന്നെ 8 നില പൊട്ടും. സോ ഈ പൊട്ടാതിരിക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? 9ാം ക്ലാസ്സിലേക്ക് നിങ്ങൾ വരുമ്പോൾ കഴിഞ്ഞ വർഷത്തെ പോലെ ബേസിക് സയൻസ് എന്നല്ല, നമുക്ക് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഓരോന്നും 40 മാർക്കിൻ്റെ പേപ്പറാണ്. ബയോളജി എടുക്കുന്ന സമയത്ത് നമുക്ക് ഏതൊക്കെ ചാപ്റ്ററാണ് പഠിക്കാനുള്ളതെന്ന് അറിയണ്ടേ? നമുക്ക് ആദ്യത്തെ 2 ചാപ്റ്ററാണ് നിങ്ങളുടെ ഈ ഓണ പരീക്ഷയ്ക്ക് പഠിക്കാനുള്ളത്. ആദ്യത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് നമ്മുടെ 2 ലൈഫ് പ്രോസസ്, ജീവൽ പ്രക്രിയകളിലേക്ക് എന്നുള്ളതാണ്. രണ്ടാമത്തേതെന്ന് പറയുന്നത് ഡൈജഷൻ ആൻഡ് ട്രാൻസ്പോർട്ട് ഓഫ് ന്യൂട്രിയൻസ്, ദഹനവും പോഷക സംവഹനവുമാണ്. ഇനി ഈ 2 ചാപ്റ്ററിലും എന്തൊക്കെയാണ് ശ്രദ്ധിച്ച് പഠിക്കേണ്ടത്? ആദ്യത്തെ ചാപ്റ്ററിൽ പ്രധാനമായിട്ട് നിങ്ങൾ പഠിക്കേണ്ട ഡയഗ്രാംസ് ആണ്. നമ്മൾ രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് വരുമ്പോഴും ഡയഗ്രാംസ് ഉണ്ട്, ഇതിലൊക്കെ ഓർ ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. അപ്പം ഡയഗ്രാം വെച്ചിട്ട് ചോദ്യങ്ങൾ ലേബൽ ചെയ്യാനും, തന്നിട്ടുള്ള ചിത്രം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്, ഇവിടെയുള്ള പ്രക്രിയ എന്താണ്, പ്രോസസ്സ് എന്താണ് എന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരാം. അതുകൊണ്ട് 1ാം ചാപ്റ്ററിൽ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നമ്മൾ മെറ്റബോളിസത്തിൻ്റെ ഫ്ലോ ചാർട്ട് പഠിക്കുന്നുണ്ട്, അത് ക്ലിയർ ആയിട്ട് പഠിക്കണം. അത് കൂടാതെ തന്നെ നമ്മുടെ ക്ലോറോപ്ലാസ്റ്റിൻ്റെ ഡയഗ്രാം, ഫോട്ടോസിന്തസിസ്, സെൽ മെംബ്രെയിൻ്റെ ഡയഗ്രാം, ഇതൊക്കെ കറക്റ്റായിട്ട് നിങ്ങൾ പഠിക്കണം. ഫോട്ടോസിന്തസിസ് അല്ലെങ്കിൽ പ്രകാശ സംശ്ലേഷണത്തിൻ്റെ ഓരോ ഘട്ടവും ആ ഹരിതഗണത്തിൻ്റെ ചിത്രം തന്നിട്ട് അതിൽ നിന്നും ഭാഗങ്ങൾ അടയാളപ്പെടുത്താനും ചോദിക്കാവുന്നതാണ്. 2ാമത്തെ ചാപ്റ്ററിലേക്ക് നോക്കുമ്പോൾ കംപ്ലീറ്റ് ഡയഗ്രാംസ് ആണ്. ആദ്യം തന്നെ നമ്മൾ പഠിക്കുന്നതാണോ നോൺ സെല്ലുലാർ ഡൈജഷൻ, അതായത് ചെറിയ ലോവർ ഫോംസിലുള്ള ഡൈജഷൻസ്, അത് നിർബന്ധമായിട്ട് പഠിക്കണം. പിന്നെ നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം, ദഹന വ്യവസ്ഥ, നമ്മുടെ മൗത്ത് ടു ഏനസ് എല്ലാം ആ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള റൂട്ട് കറക്റ്റ് നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇത് കൂടാതെ നമ്മുടെ സർക്കുലേഷനിലേക്ക് വരുമ്പോൾ അവിടെയും ഹാർട്ടിൻ്റെ സ്ട്രക്ചറും നമ്മുടെ ബ്ലഡ് വെസൽസ് ഉണ്ടല്ലോ, ആർട്ടറീസ്, വെയിൻസ്, കാപ്പിലറീസ്, ഇതൊക്കെ നിങ്ങൾ നോക്കിയിട്ട് വേണം പോകാനായിട്ട്. പിന്നെ നമ്മൾ പ്ലാന്റ്സിലും ഇതേപോലെ തന്നെ പഠിക്കുന്നുണ്ട്. അപ്പം അത്രയും പഠിക്കാനുള്ളതിലും അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസ് കുറവാണെങ്കിലും നമ്മൾ പഠിച്ചിട്ട് തന്നെ പോവേണ്ടതായിട്ടുണ്ട്. ഈ 2 ചാപ്റ്ററിലും ഈ ഡയഗ്രാം ബേസ്ഡ് ക്വസ്റ്റ്യൻസ് പഠിക്കണം. അത് കൂടാതെ മിസ് പറഞ്ഞിട്ടുള്ള പ്രോസസ്സുകൾ, ഫോട്ടോസിന്തസിസ് ആയിക്കോട്ടെ, ഡൈജഷനിൽ തന്നെ എൻസൈംസ്, അതിനോട് ബന്ധപ്പെട്ടിട്ടുള്ള ഗ്ലാൻഡുകൾ, ഇതൊക്കെ നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചിട്ട് പോകേണ്ടതാണ്. ഇനി പ്രധാനപ്പെട്ട കാര്യം, മിസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരിക? അത് പറഞ്ഞു തരേണ്ടത് ഞാനല്ലോ, ക്വസ്റ്റ്യൻ വരുമ്പോഴല്ലേ അറിയുള്ളൂ. പക്ഷേ ഇതും നമുക്കൊന്ന് ചെറിയ സിമ്പിളായിട്ട് പഠിച്ചു വെക്കാം. എങ്ങനെയാണ് ഇതിൻ്റെ ട്രിക്ക് ഉപയോഗിക്കാമെന്ന് മിസ് പറഞ്ഞുതരാം. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ 40 മാർക്കിൻ്റെ പേപ്പറാണ്. അതിൽ ആദ്യത്തെ സെറ്റ് എന്ന് പറയുന്നത് 1 മാർക്കിൻ്റെ ചോദ്യങ്ങൾ വരുന്നതാണ്. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ എഴുതണം. 1 മാർക്കിൻ്റെ കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ് ആണ്, അതിൽ ഓർ ക്വസ്റ്റ്യൻ ഒന്നുമില്ല, മുഴുവനായിട്ട് നിങ്ങൾ എഴുതണം. അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ പാർട്ട് ബിയിൽ എന്ന് പറയുന്നത് 2 മാർക്കിൻ്റെ ചോദ്യമാണ്. അതിൽ നിങ്ങൾക്ക് 2 ഓർ ഓപ്ഷൻസ് തരുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. ഏതെങ്കിലും ഒന്ന് നോക്കിയിട്ട് എഴുതിയാൽ മതി. പക്ഷെ നിങ്ങൾ ചോദ്യം നല്ലോണം വായിക്കണം. ഓപ്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് നല്ലോണം വായിക്കണം. A, B ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് കൃത്യമായിട്ട് വായിച്ചു മനസ്സിലാക്കിയിട്ട് വേണം ഉത്തരം എഴുതാൻ. ഇനി അടുത്ത സെറ്റിലേക്ക് പോകുമ്പോൾ 3 മാർക്കിൻ്റെ ചോദ്യമാണ്. ഈ 3 മാർക്കിൻ്റെ ചോദ്യത്തിലും 2 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഓർ ഓപ്ഷൻ ഉണ്ടാകും. A, B എന്ന് നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. അതും നിങ്ങൾ ചോദ്യം വായിച്ച് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് അതിൽ തന്നിട്ടുള്ള ABC എഴുതാൻ നിങ്ങൾക്ക് പറ്റുമെന്ന് ഉറപ്പുള്ള ക്വസ്റ്റ്യൻ വേണം നിങ്ങൾ ചൂസ് ചെയ്തിട്ട് എഴുതാനായിട്ട്. ലാസ്റ്റ് നമുക്കുള്ളത് 4 മാർക്കിൻ്റെ ഒരു ചോദ്യമാണ്. ഒരു ആൻസർ എഴുതിയാൽ മതി. അതായത് 4 മാർക്കിൻ്റെ ഇതിലും ഓർ ഓപ്ഷൻ ഉണ്ട്, A or B, ഏതെങ്കിലും ഒന്ന് നിങ്ങൾ എഴുതിയാൽ മതി. ഇനി സമയം അധികമാണെങ്കിൽ മാത്രം ഓർ ഓപ്ഷൻ എഴുതാൻ പോയാൽ മതി. ആദ്യമേ എല്ലാം എഴുതി വരുമ്പോൾ നിങ്ങൾക്ക് അവസാനം സമയം കിട്ടാത്ത പ്രശ്നം വരും. കാരണം നിങ്ങൾ 8ാം ക്ലാസ്സിൽ 20 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് ചെയ്തുകൊണ്ടിരുന്നത്, ഇവിടെ ഇരട്ടി മാർക്കിൻ്റെ പേപ്പറാണ് വരുന്നത്. സോ സമയം അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ ആദ്യത്തെ 15 മിനിറ്റ് കൂൾ ഓഫ് ടൈമിൽ തന്നെ എല്ലാ ചോദ്യവും നോക്കുക. എത്ര ചോദ്യങ്ങളുണ്ട്, ഏതിനൊക്കെ ഓർ ഓപ്ഷൻ ഉണ്ട്, അതിൽ ഏതെനിക്ക് എഴുതാൻ പറ്റുമെന്നൊന്ന് ഉറപ്പിച്ച് വെക്കേണ്ടത് ആദ്യത്തെ ഈ 15 മിനിറ്റിലാണ്. ബാക്കി സമയത്തിലേക്ക് വരുമ്പോഴാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കി ഓരോ ക്വസ്റ്റ്യനും എഴുതി അണ്ടർലൈൻ ചെയ്യേണ്ടത്. ഇനി
ആൻസർ ഷീറ്റ് കുറച്ചുകൂടെ പ്രസന്റബിൾ ആക്കാൻ എന്തൊക്കെ ചെയ്തു തരാമെന്ന് മിസ് പറഞ്ഞുതരാം. ആദ്യത്തെ സെക്ഷൻ തന്നെ, അതായത് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഓർഡറിൽ തന്നെ പരീക്ഷ എഴുതാൻ ശ്രമിക്കുക. അതാണ് ബയോളജീൻ്റെ ആൻസർ ഷീറ്റ് കാണാനും പ്രസന്റ് ചെയ്യാനും ഭംഗി. അതുകൊണ്ട് 1 മാർക്കിന്റെ ചോദ്യങ്ങളൊക്കെ എഴുതി കഴിഞ്ഞതിന് ശേഷം, അതായത് ആദ്യത്തെ ഒരു 4-5 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ആ പാർട്ട് എ സെക്ഷൻ കഴിഞ്ഞാൽ ഒരു അണ്ടർലൈൻ ഇട്ട് അത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അടുത്ത സെക്ഷനിലേക്ക് പോവാം. പാർട്ട് ബി എന്ന് എഴുതി 6ാമത്തെ ക്വസ്റ്റ്യൻ എന്ന നമ്പർ മാർജിന്റെ പുറത്ത് എഴുതിയിട്ട് വേണം ABC എന്നുള്ളത് ഉള്ളിൽ എഴുതാൻ വേണ്ടിയിട്ട്. സോ മെയിൻ ക്വസ്റ്റ്യൻ നമ്പർ മാർജിന് പുറത്തും സബ് ക്വസ്റ്റ്യൻ നമ്പർ ഉള്ളിലേക്കുമായിട്ട് എഴുതാൻ ശ്രമിക്കുക. ഈ രീതിയിൽ വൃത്തിയിൽ എഴുതിയാൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് പറഞ്ഞ് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെ ഏറ്റവും നന്നായിട്ട് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് പഠിക്കണമെങ്കിൽ വേഗം തന്നെ നമ്മുടെ നിഞ്ച ബാച്ചിലേക്ക് ജോയിൻ ചെയ്തോ. ഇപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ വരുന്ന എല്ലാ ക്ലാസ്സിൻ്റെ റിവിഷൻസ് ഒക്കെ കൂടി ഓണപരീക്ഷയ്ക്ക് പഠിക്കാവുന്നതാണ്. സോ ഈ ടൈം മിസ്സാക്കാതെ വേഗം ബാച്ചിലേക്ക് വരിക. ആൻസർ ഷീറ്റ് എഴുതുന്ന രീതിയൊക്കെ മിസ് ആപ്പിലും കൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാവുന്നതാണ്. സോ വേഗം തന്നെ ജോയിൻ ചെയ്യുക. അടിപൊളിയായിട്ട് പഠിച്ച് ഓണപരീക്ഷയ്ക്ക് നമുക്ക് ഫുൾ മാർക്ക് മേടിക്കാം.